ഫ്രണ്ട്സ്. സോ എല്ലാവരും നല്ല എനർജറ്റിക് ആൻഡ് ഉഷാറായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആരും പാറ പോലെ ഇരിക്കുന്നൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റായിട്ട് ഇന്ന് നമുക്ക് നമ്മുടെ 8th സ്റ്റാൻഡേർഡ് സോഷ്യലിലെ റോക്ക് എന്ന ചാപ്റ്റർ, റോക്സ് എന്നുള്ള ഒരു കുഞ്ഞു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു കുഞ്ഞു സാധനം പഠിക്കാം. സോ എന്താണ് ഒരു റോക്ക്? ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ, ആരും പാറ പോലെ ഇരിക്കുന്നൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ നമ്മളെ അടുത്ത് പറഞ്ഞു, താൻ എന്താണോ ഇങ്ങനെ പാറ പോലെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. അതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതെ മസിൽ പിടിച്ചിട്ട് കട്ടിയായിട്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനെന്താ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളോട് പാറ പോലെ ഇരിക്കുക എന്ന് പറയുന്നത്? സോ അതിനൊന്ന് നമുക്ക് മനസ്സിലാക്കാം, വാട്ട് ഈസ് എ റോക്ക്. ഒരു റോക്ക് പറഞ്ഞാൽ എന്താ? എനി സോളിഡ് ഹാർഡ് സർഫേസ്. റോക്ക് എന്താണ്? റോക്സ് ആർ എനി സോളിഡ് ഹാർഡ് സർഫേസ്. ഏതെങ്കിലും സോളിഡ് ആയിട്ടുള്ള, സോളിഡ് മാത്രമാണോ? അല്ല, എന്തും കൂടെ ഉണ്ട്, ഹാർഡ്, കട്ടിയുള്ള ഒരു സർഫേസ്. അതിനെയാണ് എന്ത് പറയുക? റോക്സ്. പാറ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടല്ലേ, പല ടൈപ്പ്, പല രൂപത്തിൽ, പല ഇതുപോലെയുള്ള കണ്ടിട്ടുണ്ട്. സോ റോക്സിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? റോക്സ് ആർ എനി സോളിഡ് ഹാർഡ് സർഫേസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന ഈ പാറ അനങ്ങാതിരിക്കുന്ന ഈ പാറ എങ്ങനെ ഉണ്ടാവുന്നത്, അത് എത്ര തരമുണ്ട് എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എന്ത് ഈ കുഞ്ഞു പോർഷനിൽ പഠിക്കാനുള്ളത്. സോ ഓക്കെ, അപ്പോൾ റോക്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അപ്പോൾ നമ്മൾ എർത്തിൻ്റെ സാധനം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എർത്തിൻ്റെ ഇൻറ്റീരിയർ പഠിച്ചപ്പോൾ നമ്മൾ മെയിനായിട്ട് 3 സാധനമാണ് പഠിച്ച് അല്ലേ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ക്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ താഴെ മാൻറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ കോർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ സമയത്ത് തന്നെ നമ്മളപ്പോൾ പഠിച്ചായിരുന്നു ലിത്തോസ്ഫിയർ പറഞ്ഞിട്ടുള്ളൊരു സാധനം. എന്തായിരുന്നു ലിത്തോസ്ഫിയർ എന്ന് ഓർമ്മയുണ്ടോ? യെസ്, ഗുഡ്. എന്താണ്? ക്രസ്റ്റും മാൻറ്റിലിൻ്റെ അപ്പർ പോർഷനും. ക്രസ്റ്റും മാൻറ്റിലിൻ്റെ അപ്പർ പോർഷനുള്ള സാധനത്തിനെയാണ് നമ്മൾ എന്താണെന്ന് പഠിച്ചത്? ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിൽ എന്താ? ലിത്തോസ്ഫിയർ എന്ന വേർഡ് നമ്മൾ അന്ന് പഠിച്ചപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിച്ചായിരുന്നു അല്ലേ? ലിത്തോ എന്ന് പറഞ്ഞാൽ റോക്ക്, സ്ഫിയർ എന്ന് പറഞ്ഞാൽ അസ്വീസ്. അപ്പോൾ റോക്കി ആയിട്ടുള്ള ഏരിയ, അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞത്. സോ ഈ ലിത്തോസ്ഫിയർ എന്നുള്ള വാക്കിൽ നമുക്ക് എന്ത് കിട്ടും? റോക്ക്. അവിടെയാണ് നമ്മുടെ ഈ റോക്സ് എന്നുള്ള സാധനം വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റോക്ക് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രസ്റ്റ് പഠിച്ചു, ക്രസ്റ്റിൻ്റെ താഴെ എന്തുണ്ട്? ക്രസ്റ്റും മാൻറ്റിലും കൂടെയുള്ള പോർഷൻ എന്ത് നമ്മൾ പറഞ്ഞു? ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു. അതിൻ്റെ താഴെ നമ്മൾ വേറൊരു പുള്ളിക്കാരനെ പഠിച്ചായിരുന്നു. അതെന്താ? മാൻറ്റിൽ കുറച്ച് മോൾട്ടൺ പോലെയുള്ള ഒരു സാധനം, ലാവ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ആ സ്ഫിയറിന് ഒരു പേര് പറഞ്ഞില്ലേ? ലിത്തോസ്ഫിയറിൻ്റെ താഴെയുള്ളതാണ് എസ്തനോസ്ഫിയർ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കൂ, ഒരു വോൾക്കാനോ ആണെങ്കിൽ വോൾക്കാനോയുടെ ഫിഷർ ഉണ്ടല്ലോ, മേലത്തെ ഭാഗത്തിൽ എന്തുണ്ട്? താഴെ നിന്നിട്ട് ലാവ വരുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? ദസ് ലാവ മേലെ വന്നിട്ട് എന്ത് ചെയ്യും? അതുപോലെ തന്നെ നിൽക്കുമോ? താഴെ നിന്ന് വരുമ്പോൾ ലാവ ഈസ് കൈൻഡ് ഓഫ് എ മോൾട്ടൺ ഫോം. പുറത്ത് വന്നു കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? കുറച്ച് ടൈം കഴിയുമ്പോൾ അത് എന്താവും? സോളിഡിഫൈസ്. വാക്ക് ശ്രദ്ധിക്കണം, ഇറ്റ് ഗെറ്റ് സോളിഡിഫൈസ്. അങ്ങനെ വരുന്ന ലാവ പുറത്തെത്തിയിട്ട് സോളിഡിഫൈ ആവുന്നുണ്ടല്ലോ. വാക്ക് ശ്രദ്ധിക്കണം, സോളിഡിഫൈസ്. വെൻ ദ ലാവ കമ്മിങ് ഔട്ട് ഇറ്റ് ഗെറ്റ്സ് സോളിഡിഫൈഡ്. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് എന്ത്? റോക്സ്. സോ റോക്ക് 3 ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ ലാവ പുറത്ത് വന്ന് അത് സോളിഡിഫൈ ആയിട്ടുള്ള സാധനം റോക്കിനെയാണ് നമ്മൾ എന്നാതെ പറയുന്നത്? ഇഗ്നേസ് റോക്ക് ഓർ പ്രൈമറി റോക്ക്. കാരണം ഫസ്റ്റ് ഉണ്ടാവുന്ന സാധനമാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി റോക്സ്. അപ്പോൾ ഫസ്റ്റത്തെ പഠിച്ച് ലാവ മേലോട്ട് വരുന്നു, ഇറ്റ് ഗെറ്റ് സോളിഡിഫൈഡ് ആൻഡ് ദസ് ഫോമിങ് ദ റോക്ക്. ദേ ആർ നോൺ ആസ് ഇഗ്നേസ് റോക്സ് ഓർ പ്രൈമറി റോക്സ്. ആ റോക്ക് മാത്രമാണോ ഉള്ളത്? അല്ല, നമ്മൾ പല ടൈപ്പ് കാണുന്നില്ലേ? പല കളറിലുണ്ട്, ചിലത് കുറച്ച് കട്ടിയുണ്ട്, കട്ടി കുറഞ്ഞത് ഒക്കെ ഉണ്ട്. ഈ ഇഗ്നേസ് റോക്സിന് നമ്മൾ പറയുന്ന എക്സാമ്പിളാണ് എന്ത്? ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് മാത്രമാണോ നമ്മൾ പറയുന്ന റോക്ക്? അല്ലല്ലോ, പല ടൈപ്പ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് റോക്കിലേക്ക് കിടക്കാം. ഈ ഇഗ്നേസ് റോക്ക് സോളിഡിഫൈ ആയിട്ട് ലാവ വരുന്നു, സോളിഡിഫൈ ആവുന്നു, ഇഗ്നേസ് റോക്ക് ഫോം ആവുന്നു. പല കാരണം കൊണ്ട്, മഴ പെയ്തിട്ടോ അല്ലെങ്കിൽ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടോ, ഹ്യൂമൻ ആക്ഷൻസ്, ആനിമൽസിൻ്റെ ആക്ഷൻസ്, പലത് കാരണം എന്ത് ചെയ്യുന്നറിയാം? നമ്മുടെ ഈ സോളിഡിഫൈ കട്ട പിടിച്ചിരിക്കുന്ന നമ്മുടെ ഈ റോക്ക് ഉണ്ടല്ലോ, അത് വെതറിങ് എന്ന് പറയും. അതിങ്ങനെ ഡിസിൻറ്റിഗ്രേറ്റ് ആവും. അതിങ്ങനെ ആ റോക്ക് കുറേ ഇന്നോ നാളെ സംഭവിക്കുന്ന കാര്യമല്ല. ഓൾ ദിസ് പ്രോസസ് ടേക്സ് ലോട്ട് ഓഫ് ടൈം. ഓക്കെ, കുറേ ടൈം എടുക്കും കേട്ടോ. അങ്ങനെ അതെന്ത് ചെയ്യും? വെതറിങ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിസിൻറ്റിഗ്രേറ്റ്. നമ്മൾ ഓൾറെഡി ഇല്ല ഇഗ്നേസ് റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അപ്പോൾ എന്താവും? കട്ടിയുള്ള റോക്കാണ് അല്ലേ? അതിങ്ങനെ ഡിസിൻറ്റിഗ്രേറ്റ് ആയിക്കഴിഞ്ഞാൽ പൊടി 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 പോലത്തെ സാധനം ഉണ്ടാവില്ലേ? അങ്ങനെ ആയിട്ടുള്ള സാധനം
പിന്നെ വീണ്ടും പ്രോസസ്സ് ശ്രദ്ധിക്കണം, ലിത്തിഫിക്കേഷൻ എന്ന് പറയും. ലിത്തോ എന്ന് പറഞ്ഞാൽ റോക്ക്, ലിത്തിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്പോൾ റോക്കായിട്ട് മാറുന്നു. ഈ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് വീണ്ടും ലിത്തിഫിക്കേഷൻ വഴി എന്തായി മാറും, വീണ്ടും റോക്കായി മാറും. അങ്ങനെ ആവുന്ന റോക്കിനെ പറയുന്ന പേരാണ് ദ സെക്കൻഡ് കാറ്റഗറി, ദാറ്റ് ഈസ് സെഡിമെൻ്ററി റോക്ക്. കിട്ടിയല്ലോ. അതായത് ഇഗ്നേസ് റോക്ക് കുറേ ആക്ഷൻസ് വെതറിങ് പോലുള്ള കാരണങ്ങൾ കൊണ്ട് ഡിസിൻറ്റിഗ്രേറ്റ് ആവും. കട്ടിയുള്ള റോക്ക് ഡിസിൻറ്റിഗ്രേറ്റ് ആവും, പല പല സാധനങ്ങളായിട്ട് മാറും. അത് പിന്നെ ലിത്തിഫിക്കേഷൻ, ലിത്തോ എന്ന് പറഞ്ഞാൽ റോക്ക്, ലിത്തിഫിക്കേഷൻ ആ പ്രോസസ്സ് വഴി എന്തായിട്ട് വീണ്ടും റോക്കായിട്ട് മാറും. അപ്പോൾ അതിനെ പറയുന്ന പേരെന്നതാ, ദാറ്റ് ഈസ് സെഡിമെൻ്ററി റോക്ക്. അതിൻ്റെ എക്സാമ്പിളാണ് എന്ത്, സാൻഡ്സ്റ്റോൺ. ഇഗ്നേസ് റോക്കിൻ്റെ എക്സാമ്പിൾ എന്തായിരുന്നു, ഗ്രാനൈറ്റ്. സോ സെഡിമെൻ്ററി റോക്കിൻ്റെ എക്സാമ്പിൾ നമ്മൾ എന്ത് പറയും, സാൻഡ്സ്റ്റോൺ. ഈ സെഡിമെൻ്ററി റോക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് അത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് വന്ന് സെഡിമെൻറ്റ്സ് വന്ന് ഈ ഡിസിൻറ്റിഗ്രേറ്റ് ആയുള്ള സാധനം വന്ന് അടിഞ്ഞ് അതിൻ്റെ മേലെ അങ്ങനെ വരുന്ന സാധനമാണ് എന്ത്, സെഡിമെൻ്ററി റോക്സ്. രണ്ട് സാധനം പഠിച്ചില്ലേ, ഇഗ്നേസ് റോക്ക് ഓർ പ്രൈമറി റോക്ക്, പിന്നെ അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് വരുന്ന സാധനമാണ് എന്ത്, സെഡിമെൻ്ററി റോക്സ്. ഇനി ഈ ഇഗ്നേസ് റോക്ക് ഇവിടെയുണ്ട്, ഇപ്പുറത്ത് ആരുണ്ട്, സെഡിമെൻ്ററി റോക്സ് ഉണ്ട്. ഈ രണ്ടും ഏതും ആവാട്ടോ, ഇഗ്നേസ് റോക്കും ആവാം, ഇപ്പുറത്തുള്ള സെഡിമെൻ്ററി റോക്കും ആവാം. ഇവ രണ്ടും ഹൈ ടെമ്പറേച്ചർ, രണ്ട് കണ്ടീഷൻ ശ്രദ്ധിക്കണേ, ഒന്ന് ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ പ്രഷർ. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും അല്ലെങ്കിൽ രണ്ടുമാണെങ്കിലും അത് ചേർന്നിട്ട്, അതായത് ഇപ്പോൾ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ഞാൻ നല്ല പ്രഷർ കൊടുക്കുകയാണ്, നല്ല പ്രഷർ കൊടുത്തിട്ട് ഇതിനെ ചുരുട്ടി ഇതാക്കി കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, നല്ല പ്രഷർ കൊടുത്തിട്ട് ഇപ്പം നമ്മൾ റോൾ ചെയ്യില്ലേ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന പോലെ, അതുപോലെ ഈ രണ്ട് റോക്കും ഹൈ പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇതിലേതെങ്കിലും ഒന്ന് വഴി അത് അടുത്ത പ്രോസസ്സായിട്ട് മാറും. അതിനെ പറയുന്ന പേരെന്താണ്, മെറ്റാമോർഫിസിസ്. അത് മെറ്റാമോർഫൈസ് ആകുമ്പോൾ അത് ഹൈ ടെമ്പറേച്ചർ ഓർ പ്രഷർസ് വഴി ഇഗ്നേസ് റോക്കോ സെഡിമെൻ്ററി റോക്കോ ഏതും പറ്റും. വിത്ത് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇറ്റ് ഗെറ്റ്സ് ഇൻ ടു വാട്ട്, മെറ്റാമോർഫിക് റോക്ക്. അതിൻ്റെ എക്സാമ്പിളാണ് എന്ത്, മാർബിൾ. മാർബിൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന നല്ല, അത് എന്തെങ്കിലും ലൈക്ക് പെട്ടെന്ന് പൊട്ടുകയോ അങ്ങനത്തെ ഒന്നും സംഭവിക്കില്ലല്ലോ. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചാലും അറിയാം, അതിൽ ഭയങ്കര ലേയേഴ്സോ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടാവും അല്ലേ. സോ അതാണ് നമ്മുടെ മൂന്നാമത്തെ ടൈപ്പായിട്ടുള്ള മെറ്റാമോർഫിക് റോക്ക്. ഓക്കെ, ഇനി നമ്മൾ റോക്ക് സൈക്കിൾ പറഞ്ഞിട്ട് ഒരു സാധനം പഠിക്കും. ഈ പറഞ്ഞില്ലേ, ഓരോ റോക്കും ഓരോന്നായിട്ട് മാറും. ഇങ്ങനെ മാത്രമല്ല, അതായത് ഇഗ്നേസ് റോക്ക് സെഡിമെൻ്ററി ആവും, സെഡിമെൻ്ററി മെറ്റാമോർഫിസ് ആവും. അങ്ങനെ മാത്രമല്ല, ഏതും ഏതിലേക്കും എങ്ങനെയാവാം, പ്രോസസ്സ് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇഗ്നേസ് റോക്ക് ആവണമെങ്കിൽ എങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ, ലാവ സോളിഡിഫൈ ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. സെഡിമെൻ്ററി റോക്ക് ആവണമെങ്കിലോ മെറ്റാമോർഫിക് റോക്കും ആവാം, ഇഗ്നേസ് റോക്കും ആവാം. പക്ഷേ പ്രോസസ്സ് എന്താണ്, ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യണം. ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് അത് ലിത്തിഫിക്കേഷൻ, ഇങ്ങനെ ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ആയിട്ട് സെഡിമെൻറ്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സാധനത്തിനാണ് എന്ത്, സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുക. മെറ്റാമോർഫിക് റോക്ക് ആവണമെങ്കിലോ മറ്റേത് രണ്ട് റോക്കായാലും പറ്റും. പക്ഷെ എന്ത് ചെയ്യണം, ഹൈ ടെമ്പറേച്ചർ, രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു, പ്രഷർ. ഹൈ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ പ്രഷറോ കാരണം അത് മെറ്റാമോർഫൈസ് ചെയ്തിട്ട് എന്താവും, മെറ്റാമോർഫിക് റോക്കാവും. ഇനി ഈ മെറ്റാമോർഫിക് റോക്കോ നമ്മൾ രണ്ടാമത് പഠിച്ച സെഡിമെൻ്ററി റോക്കോ ഏതും ആയിക്കോട്ടെ, മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താവും, ലാവയായിട്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് എന്താവും, സോൾഡിഫൈ ആവുന്ന സമയത്താണെങ്കിൽ ആ സാധനത്തിന് എന്താ പറയുക, ദാറ്റ് ഈസ് ഇഗ്നേസ് റോക്ക്. സോ റോക്ക് എൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയും, നമ്മൾ റോക്ക് സൈക്കിൾ എന്ന് പറയും. അതിങ്ങനെ സൈക്കിൾ എന്ന് പറഞ്ഞൊരു സാധനം എന്താ, ഇങ്ങനെ എവിടെയും പോലെ എവിടുന്ന് എങ്ങോട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ഇഗ്നേസ് റോക്ക് വേറെ എന്നതാവുകയാണെങ്കിലും അതെന്ത് ചെയ്യണം, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട്, സെഡിമെൻ്ററി റോക്ക് ഒരു സാധനം ആവുകയാണെങ്കിൽ ഡിസിൻറ്റഗ്രേഷനാണ് വേർഡ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആരോ മാർക്കിൻ്റെ സാധനം ഉണ്ടാവും. സെഡിമെൻ്ററി റോക്ക് ഒരെണ്ണം ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിസിൻറ്റഗ്രേഷൻ ആൻഡ് ലിത്തിഫിക്കേഷനാണ് ആ പ്രോസസ്സിന് പറയുക. ഓക്കെ, മെറ്റാമോർഫിക് റോക്ക് ആവണമെന്നുണ്ടെങ്കിലോ എന്തായിരുന്നു, ഹൈ ടെമ്പറേച്ചർ, സെക്കൻഡ് തിങ് ഹൈ പ്രഷർ. പിന്നെ ഏത് റോക്കും ഇഗ്നേസ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഷുഡ് ബി മെൽറ്റഡ്. എന്താണ്, മെൽറ്റിംഗ്. സോ അപ്പം നമ്മൾ 3 ടൈപ്പ് ഓഫ് റോക്ക് പഠിച്ചു. റോക്ക് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു, എനി ഹാർഡ് സോളിഡ് സർഫേസ്. ഓക്കെ, അതിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ പലതും ആയിരിക്കും കേട്ടോ, പല മിനറൽസും കൂടി ചേർന്നിട്ടാണ് എന്നതുണ്ടാവുക, റോക്ക് ഉണ്ടാവുക. പിന്നെ നമ്മൾ പറഞ്ഞു
ലാവ പുറത്തോട്ട് വന്ന് വെൻ ഇറ്റ് ഗെറ്റ് സോളിഡിഫൈസ് ഉണ്ടാവുന്ന റോക്സിൻ്റെ പേരെന്താണ്? ഗുഡ്, പ്രൈമറി റോക്സ് ഓർ ഇഗ്നേസ് റോക്ക്. അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് സെഡിമെൻറ്റ്സ് ആയിട്ട് lithification വഴി അത് എന്ത് ഫോം ചെയ്യും? sedimentary rocks. Then either the sedimentary rocks or the igneous rock get under high pressure or temperature, they get transformed into what? Metamorphic rock. അപ്പോൾ നമ്മൾ റോക്ക് പഠിച്ചു, 3 ടൈപ്പും പഠിച്ചു. 3 ടൈപ്പ് ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗെയിൻ, നിങ്ങളും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഏതാണ്? ഇഗ്നേസ് റോക്ക് ഓർ പ്രൈമറി റോക്ക്. സെക്കൻഡ് സെഡിമെൻ്ററി റോക്സ് ആൻഡ് തേർഡ് ഇറ്റ് ഈസ് മെറ്റാമോർഫിക് റോക്ക്. ഒന്ന് എക്സാമ്പിളും കൂടെ പറയാം. ഇഗ്നേസിൻ്റെ എക്സാമ്പിൾ എന്തായിരുന്നു? ഗ്രാനൈറ്റ്. വെരി ഗുഡ്. സെഡിമെൻ്ററി റോക്സ് സാൻഡ് സ്റ്റോൺ. മെറ്റാമോർഫിക് റോക്ക് ഇറ്റ്സ് മാർബിൾ. ഓക്കെ, സെറ്റ് അല്ലേ?